വലിയൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഷുഗർ കട്ട് എന്ന് പറയുന്ന സംഗതി. ഡയറ്റിൽ ആളുകൾ കൂടുതലായിട്ട് കാര്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ജിമ്മുകൾ നമുക്കിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ജിമ്മുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. സംരംഭം എന്ന നിലയ്ക്ക് പലയിടത്തും ആദ്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ എന്താണ് ഫുട്ബോൾ ടർഫുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ജിമ്മുകളാണെന്ന് പറയും. അപ്പോൾ ആരോഗ്യത്തിൽ ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു. ഭക്ഷണക്രമത്തിൽ ഭയങ്കരമായ ശ്രദ്ധ കൊണ്ടുവരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദീപാവലിക്ക് കടയിലൊക്കെ കയറുമ്പോൾ അവിടുത്തെ ബേക്കറി ഉടമകളൊക്കെ പറഞ്ഞത് കച്ചവടം വളരെ കുറവാണ്, കാരണം ആളുകൾ ഭയങ്കര മധുരത്തിൽ ശ്രദ്ധ വയ്ക്കുന്നു. പഞ്ചസാരയുടെ വിൽപ്പന കുറയുന്നുള്ള റിപ്പോർട്ട്സ് കഴിഞ്ഞ ദിവസം വന്നു. അരി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ വലിയതായി കുറച്ചിരിക്കുന്നു. ഒരു കാലത്ത് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ അരി ഭക്ഷണം അവരിപ്പോൾ കുറയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് മാറ്റത്തെ എങ്ങനെയാണ് കണ്ടത്? ആളുകൾ എന്തുകൊണ്ടാണ് ആരോഗ്യത്തിൽ വളരെ പൊടുന്നനെ ഒരു ചെറിയ സെക്ടർ ഓഫ് ആൾക്കാരാണല്ലോ പണ്ട് ഈ ജിമ്മും ആരോഗ്യ പരിപാലനവും ഒക്കെ നോക്കിയിരുന്നത്, അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ ആൾക്കാരൊക്കെ. ഇപ്പോൾ എല്ലാ പ്രൊഫൈലിലുള്ള ആൾക്കാരും എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നു, ഭക്ഷണത്തേക്ക് ശ്രദ്ധിക്കുന്നു. യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ട്രെൻഡിങ് സംഗതി ഇത്തരം വീഡിയോകളുമാണ്. മലയാളിയുടെ ആ മാറ്റത്തെക്കുറിച്ച് നമ്മൾ ഒരു തവണ സംസാരിച്ചു, വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അജിംസ്, അരിയുടെയും പഞ്ചസാരയുടെയും കച്ചവടം കുറഞ്ഞതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വളരെ സജീവമാണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ വിൽപ്പനയിലടക്കം പ്രതിഫലിക്കാൻ തക്കവണ്ണം മലയാളി മാറിയോ? ഇല്ല, ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെൻഡ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കോവിഡിന് ശേഷമാണ് ആളുകൾ ഹെൽത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നമ്മൾ ജീവിക്കുന്ന ആരോഗ്യപരമായിട്ടല്ല, എപ്പോഴും പണി കിട്ടാം എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടാവും. ഈ കോവിഡിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റം റോഡിൽ രാവിലെ ആളുകൾ നടക്കാൻ പോകുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ നടന്നു കഴിഞ്ഞാൽ എന്ത് ഫിറ്റ്നസ് ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പലരും വണ്ടി ഇടിച്ച് മരിക്കുന്നതൊക്കെ ഉണ്ട് നടക്കാൻ പോകുമ്പോൾ. അപ്പം ഈ ഭക്ഷണത്തെക്കുറിച്ച് ഡയറ്റാണ് ഫിറ്റ്നസിൻ്റെ അടിസ്ഥാനം എന്നുള്ളൊരു ബോധം ആളുകൾക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിറ്റ്നസ്സിൽ ഒരു മാസം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ തുക വലിയതാണ്. ഇപ്പോൾ മുമ്പൊക്കെ ജിമ്മിൽ പോകുകയെന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടാണ്. ആൾ ഒളിച്ചും പാത്തൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവൻ ജിമ്മനാണെന്ന് പറഞ്ഞ് കളിയാകും. മസിലുണ്ടാവുന്ന എന്തോ ഒരു മോശം കാര്യമാണ്. അപ്പം അങ്ങനെയല്ല, മസിലുണ്ടാക്കലല്ല ഫിറ്റ്നസ് എന്നുള്ള ആൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എൻ്റെ സ്ട്രീറ്റിൽ തന്നെ ആ പുതിയ ബൈപ്പാസിൽ തന്നെ 5 ജിമ്മാണ് പുതുതായിട്ട് വന്നത്. 5 എണ്ണം 5 വർഷത്തിനിടയ്ക്ക് വന്നതാണ്. തൊട്ടടുത്തടുത്തടുത്ത് ജിമ്മുകളാണ്. അത്രയധികം ആളുകൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ അരി ഭക്ഷണത്തിനായിരുന്നു മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. അരിയുടെ വിൽപ്പന കുറയുന്നു, പഞ്ചസാരയുടെ വിൽപ്പന കുറയുന്നു. ഷുഗർ കട്ട് മാത്രമല്ല, മൊത്തം കാർബ്സ് ആളുടെ ഇൻടേക്ക് കുറയുന്നു. അത് ഈ ഫിറ്റ്നസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. നമ്മുടെ മൊത്തം ഭക്ഷണത്തിൻ്റെ ഡയറ്റിൻ്റെ 40% കൂടുതൽ കാർബ്സ് പാടില്ല എന്നുള്ളതാണ് ഒരു തിയറി. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഗവേഷണമാണല്ലേ? അല്ല, കഴിഞ്ഞ മാസം എനിക്കൊരു വാട്സപ്പിൽ എനിക്കറിയാത്ത ഒരാളൊരു മെസ്സേജ് ചെയ്തു. നമ്മൾ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ പഞ്ചസാര ഉപയോഗിച്ചിരുന്നു. ഈ പഞ്ചസാര മിക്കവാറും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് നമ്മളെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ഗൂഢാലോചനയായിരിക്കും സാധ്യതയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സാധനം ഒന്ന് അന്വേഷിച്ചത്. നിഷ പറഞ്ഞ റിസർച്ച് ചെയ്ത് യഥാർത്ഥത്തിൽ പഞ്ചസാര ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. പഞ്ചസാര അതായത് ക്രിസ്തുവിന് മുമ്പ് തന്നെ, അതായത് ഈ കരിമ്പിൽ നിന്നുള്ള സാധനം ഉണ്ടാക്കുന്നത്. പഞ്ചസാര കണ്ടുപിടിച്ച ഇന്ത്യക്കാർ ഗുപ്ത കാലഘട്ടത്തിലാണ് ആദ്യമായി പഞ്ചസാര ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് പോയതാണ് ലോകത്തേക്ക് എല്ലായിടത്തും. അതിൻ്റെ പേര് തന്നെ നോക്കുക. അപ്പം സംസ്കൃതത്തിൽ ശർക്കര എന്നാണ് അതിന് പറയുക. ശർക്കര എന്ന് തന്നെയാണ് പഞ്ചസാരയ്ക്ക് പറയുന്നത്. ഈ ഹിന്ദിയിൽ സുക്കർ, അറബിയിലും സുക്കറാണെന്ന് തോന്നുന്നു. ഈ അറബിയിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക്, ഇറ്റാലിയൻ വഴി ഇംഗ്ലീഷിലേക്ക് ഷുഗർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് പോയ സാധനമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇന്ത്യക്കാരുടെ ശരീരപ്രകൃതി പൊതുവെ എന്താണ്, ഈ നമ്മുടെ ഈ അബ്ഡോമിനൽ ഫാറ്റ് വളരെ പെട്ടെന്ന് വിസിബിളാണ് മറ്റ് രാജ്യക്കാരേക്കാൾ. പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യ, ഈ ഇന്തോനേഷ്യ, ഇന്ത്യ, അങ്ങനെയുള്ള ഈസ്റ്റ് ഏഷ്യക്കാർക്കാണ് അത് കൂടുതലുള്ളത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡയറ്റ് തന്നെയാണ്. ഈ ശാസ്ത്രജ്ഞന്മാർ ചിലർ പറയുന്നുണ്ട് നമ്മുടെ DNA അങ്ങനെയാണ്. DNA എങ്ങനെ ആവാതിരിക്കും? ഗുപ്ത കാലഘട്ടം നമ്മൾ പഞ്ചസാര കഴിക്കുമല്ലേ, വേറെ ആരും ഇത് കഴിച്ചിട്ടില്ല. അവർ നാച്ചുറൽ ഷുഗറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഗുപ്ത കാലഘട്ടത്തെ ശർക്കരയും പഞ്ചസാരയും കഴിച്ചുകൊണ്ടിരിക്കുക, പിന്നെ എങ്ങനെ DNA മാറാതിരിക്കും? അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ ഈ കാർബ്സ് കുറയ്ക്കുക, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുക, ഭക്ഷണത്തിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുക, ഫൈബർ കൂട്ടുക, ഗട്ട് ഹെൽത്ത് നോക്കുക. ഗട്ട് ഹെൽത്ത് ഇതിൽ വളരെ പ്രധാനമാണ്. ഇതൊക്കെ ആളുകൾക്ക് ഈ പുതിയ കാലത്ത് വലിയ ബോധോദയം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മാറ്റം നമ്മൾ കാണുന്നുണ്ട് വിപണിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചസാരയുടെ ഇത് കുറഞ്ഞു, ബേക്കറി കുറഞ്ഞു, അരി വിൽപ്പന കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈനിലെ പ്രോട്ടീൻ പൗഡറിൻ്റെ വിൽപ്പന എത്ര കൂടിയുണ്ട്. അതുപോലെ ഹെൽത്തി ഫുഡിൻ്റെ വിൽപ്പന. ഹെൽത്തി ഫുഡ് ഒന്ന് നോക്കുക. നമ്മുടെ ഓഫീസിന് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഓഫീസിന് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഒരു ഹെൽത്തി ഫുഡിൻ്റെ ഹോൾസെയിൽ എക്സ്ക്ലൂസീവ് ഷോപ്പുണ്ട്. അങ്ങനെയല്ല, അതായത് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫോർമുല ഫുഡ് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കീപ്പ് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഈ പറയുന്ന ഫിറ്റ്നസ് അഡ്വൈസേഴ്സൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് നല്ല, പുറത്ത് കഴിക്കുന്നതിനേക്കാളും നല്ല. പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക, ഓൾ ഗ്രെയിൻസ് പറഞ്ഞാൽ മൈദ ഒഴിവാക്കുക, അതായത് ബ്രൗൺ റൈസ്. പൊറോട്ട പണ്ടേ ശത്രുവാണല്ലോ അല്ലേ?
പൊറോട്ട ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന സാധനമാണ്, വൻതോതിൽ ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്നത് ഈ മെറ്റാബോളിക് സിൻഡ്രോം ഡിസീസ് എന്ന് പറഞ്ഞൊരു കൂട്ടം രോഗങ്ങളുണ്ട്. അതിൽ ഷുഗർ, കൊളസ്ട്രോൾ, ഈ പറയുന്ന വിസറൽ ഫാറ്റ്, ഹാർട്ട് ഹെൽത്ത്, ഇങ്ങനെ തുടങ്ങിയ ഇതെല്ലാം നമ്മുടെ ഡയറ്റുമായി ബന്ധപ്പെട്ടാണ്. ഡയറ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മൊത്തം ഫിറ്റ്നസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 70% ഡയറ്റാണ്, 30% വർക്കൗട്ടിനോ എക്സസൈസിനോ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ എന്നുള്ളത് ആളുകൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. നല്ല കാര്യമല്ലേ? ഞാനീ നാട്ടുകാരനല്ല കേട്ടോ. എന്ത് കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അജിംസ് പൊറോട്ടയെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞല്ലോ. ഞാൻ കണ്ട ഏറ്റവും ഫിറ്റായിട്ടുള്ള ഏറ്റവും ആരോഗ്യമുള്ള മനുഷ്യർ വലിയങ്ങാടിയിലെ പോട്ടർമാരാണ്. അവിടെ ബദരിയ ഹോട്ടലിലും റഹ്മത്ത് ഹോട്ടലിലൊക്കെ വന്നിട്ട് പൊറോട്ടയും ബീഫും അടിപൊളി പൊറോട്ടയും ബീഫും അടിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനൊന്നും എതിരല്ല. ഈ ആളുകൾ പ്രോട്ടീനോ ആരോഗ്യമോ ഹെൽത്ത് കോൺഷ്യസ്, പഞ്ചസാര, എന്താണ് ജൈവ കൃഷി, ഈ ജാതി സംഗതികളൊക്കെ അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ പേഴ്സണലി എനിക്കിതൊന്നും എന്താ പറയുക, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. ഇഷ്ടപ്പെട്ടതെന്നും ഇഷ്ടം പോലെ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫിലോസഫി. അതിൻ്റെ പേരിൽ എനിക്ക് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ എന്താണ്, ഒരു ബൈക്കിൽ നിന്ന് വീണ് കാല് മുറിഞ്ഞപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഗുളിക കഴിച്ചത്. അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് ഗുളിക കഴിച്ചിട്ട് ഓർമ്മയില്ല അത്രയും. അതുകൊണ്ട് അത് ശരിയായ മാതൃകയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഓരോ സമയത്തും ഇപ്പോൾ പഞ്ചസാരയാണ് പ്രശ്നം. പഞ്ചസാരയെക്കുറിച്ച് ഭയങ്കര ഇത് വരുന്നുണ്ട്, ക്യാമ്പയിൻ വരുന്നുണ്ട്. ഞാനിത് നോക്കി, ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ മലയാളത്തിൽ പഞ്ചസാര എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സജഷൻസ് എല്ലാം എന്താണ്, ഷുഗർ കട്ട്, പഞ്ചസാര ഒഴിവാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രബോധനങ്ങളാണ്. അതിനൊക്കെ മില്യൺസ് ഓഫ് വ്യൂസാണ് അതിനെല്ലാറ്റിനും ഉള്ളത്. മറ്റേ ഒരു വാക്ക് എല്ലാവരും കോമണായിട്ട് ഉപയോഗിക്കുന്ന വാക്കുണ്ട്, വെളുത്ത വിഷം ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല ആണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ഒരു കാലത്ത് വെളിച്ചെണ്ണയ്ക്കെതിരെ ഇങ്ങനൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ, കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ എന്ന് വെച്ചാൽ അന്ന് വെളിച്ചെണ്ണ ആരോഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ്. വെളിച്ചെണ്ണയിൽ പൊരിച്ച ഭക്ഷണം കഴിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എലീറ്റ് ആയിട്ട്, അതൊരു എന്താണ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം സാധ്യമാവുന്നത്. വെളിച്ചെണ്ണ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിൽ ഈ പിന്നെന്താണ് കൈക്കുമ്പിളിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് കുളിക്കാൻ പുഴയിലേക്ക് പോകുമ്പോൾ തലയിൽ തേക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അതിനൊത്തിരി പൈസ 50 പൈസ അങ്ങനെ എന്താണ് കൊടുക്കുക. ഞാൻ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ് വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ മുതിർന്നപ്പോൾ കേൾക്കുന്ന വെളിച്ചെണ്ണ ഭയങ്കര കുഴപ്പക്കാരനാണ്. എൻ്റെ ആളുകൾ പഴംപൊരിയൊക്കെ മേടിയിട്ട് കടലാസിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ആക്കണമാണ് ഈ വെളിച്ചെണ്ണയെ കളയാൻ വേണ്ടിയാണ്. പഴംപൊരി തിന്നായിരുന്നാൽ പോരെ എന്നുള്ള വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും ഓരോന്നിനെക്കുറിച്ച് എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. വെളിച്ചെണ്ണ ഒരു കാലത്ത് ഞാൻ കുഞ്ഞുനാളിൽ കേട്ടത് വെളിച്ചെണ്ണ ഭയങ്കര സംഭവമാണ്. പക്ഷേ കുറച്ച് മുമ്പ് നമുക്ക് കേൾക്കുന്ന വെളിച്ചെണ്ണ ഭയങ്കര കുഴപ്പക്കാരനാണെന്നാണ്. ഇതേതാണ് എന്ന് നമുക്കറിയില്ല. ഇതേമാതിരി തന്നെ അടുത്ത കാലത്താണ് ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നത്. ഒരു ഘട്ടത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ അതിനെതിരെ ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുത്വയുടെ ഒരു ട്രോജൻ കുതിരയാണെന്ന് ഞാൻ എഴുതിയിരുന്നു. കാരണം ആ ഒരു വേൾഡ് വ്യൂവിൽ ഈ എന്താണ് മറ്റേ സ്വാശ്രയ ഗ്രാമം, ജൈവ കൃഷി, സ്വാശ്രയത്വം, ഈ പറയുന്നതിലൊക്കെ യാഥാസ്ഥികതയുടെയും ഫ്യൂഡലിസത്തിൻ്റെയും എലമെൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നിരന്തരമായ പ്രബോധനം സൃഷ്ടിക്കുന്ന ആശയലോകം എന്താണ് എന്നൊരു പ്രശ്നമുണ്ട്. നോക്കൂ, വേറെ സ്വാശ്രയത്വം എന്ന് പറയുന്ന കാര്യം എന്താണ്, നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക. കുഴപ്പമാണ്. അങ്ങനെ മനുഷ്യന് സാധിക്കുമോ? അങ്ങനെയാണോ മനുഷ്യ സമുദായം ഇവിടെ വരെ എത്തിയത്? അങ്ങനെയാണോ? ലോകത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യരുടെയും ചരക്കുകളുടെയും നിരന്തരമായ സഞ്ചാരമാണ് മനുഷ്യ സംസ്കാരത്തെ സാധ്യമാക്കിയത്. അപ്പോൾ അത് തമിഴ്നാട്ടിലുള്ള ലോറികൾ നിന്നു പോയാൽ നമ്മൾ പട്ടിണിയിലാകും, സ്ഥിരം കേൾക്കുന്നൊരു പ്രസംഗമാണത്. അങ്ങനെ സംഭവിക്കില്ല. തമിഴ്നാട്ടിലെ ലോറികൾ നിന്നു പോയാൽ ആദ്യം പട്ടിണിയാകുക അവരാണ്. കാരണം എല്ലാ ദിവസവും വെണ്ടക്കയും മുരിങ്ങാക്കായും തിന്ന് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് ഇവിടെ വിറ്റിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. അപ്പോൾ അവർ നമുക്ക് വെണ്ടക്കായും മുരിങ്ങാക്കായും തക്കാളിയും തരുന്നു, നമ്മളെന്തൊക്കെയോ അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും മനുഷ്യരും ചരക്കുകളും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ പിന്നെ ഈ തദ്ദേശ ഫലങ്ങൾ, തദ്ദേശീയ വസ്തുക്കൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ,
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ ലോക്കൽ ഫുഡായിട്ട് നമ്മളിപ്പോൾ എടുക്കണത് എന്താണ്? കപ്പ. കപ്പ എവിടെ നിന്നാണ്? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ്. ഹെവി ഷുഗറാണ്. ഹെവി ഷുഗറാണ്. ആണല്ലേ? അപ്പോൾ ഇത് ഈ പണിയെടുക്കുന്ന അത് ഭയങ്കര പ്രോട്ടീൻ അടിപൊളിയാണെന്നാണ് അതിനെക്കുറിച്ച് പറയാറ്. പക്ഷേ ഇതിൻ്റെ കണ്ടന്റ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഷുഗർ പ്രമേഹ രോഗികൾക്ക്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തെ സാധ്യമാക്കിയ മനുഷ്യാധ്വാനം ആര് നൽകിയതാണ്? കപ്പ കഴിച്ചവരാണ്. അവരുണ്ടാക്കിയ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ഈ ഡിബേറ്റുകളൊക്കെ നടക്കട്ടെ, പക്ഷേ ഇതിൽ കിടന്ന് മനുഷ്യൻ വരികരുതെന്നാണ്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ നോർമലായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. വളരെ നോർമലായി സ്വാഭാവികമായി നടക്കേണ്ട പ്രക്രിയയാണ്. അതിനകത്ത് സൈദ്ധാന്തികവും ശാസ്ത്രീയവും ഇങ്ങനെയൊക്കെയുള്ള എലമെൻറ്റുകൾ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ജോബാക്കി മാറ്റരുത്. അതാണ് എൻ്റെ സംഗതി. അതൊരു വിഷയമായി മാറുക എന്നുള്ളത്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, അത് സ്വാഭാവികമായി നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് തിയറികൾ കൊണ്ടുവന്ന്, അതിനകത്ത് സംശയങ്ങൾ കൊണ്ടുവന്ന്, എല്ലാ പത്രങ്ങളും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടല്ലേ, വിഷപ്പച്ചക്കറികൾക്ക് വിട. ഏതെങ്കിലും ടെറസിൽ ഇച്ചിരി വെണ്ടക്ക നട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്കൂളുകാർ അവരുടെ മുറ്റത്ത് പച്ചക്കറി നട്ടിട്ടുണ്ടെങ്കിൽ വിഷപ്പച്ചക്കറികൾക്ക് വിട എന്നാണ് എന്താണ് ആദ്യത്തെ വാചകം. അതിൻ്റെ സന്ദേശം എന്താണ്? ഞാൻ ഇവിടെ പീടികയിൽ പോയി വാങ്ങുന്ന എന്താണ് വിഷമാണ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വിഷമാണ്. ഒരു ആത്മവിശ്വാസത്തോടു കൂടി എനിക്കിത് കഴിക്കാൻ പറ്റും. ഇത് വിഷപ്പച്ചക്കറികളാകുക, ഇത് വിഷവസ്തുക്കളാകുക. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ഏതെങ്കിലും നിരക്കുള്ളൊരു കെമിക്കൽ ടെസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ടോ? അതിലെന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളോ വിഷവാഹികളായിട്ടുള്ള പ്രാണികളോ ഒക്കെ അവിടെ വന്നിരുന്നിട്ടുണ്ടോ? അവിടെ അതുമായിട്ട് ഏതെങ്കിലും നിലക്കുള്ളൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നമുക്കറിയോ. വീട്ടുപറമ്പിലുണ്ടാക്കി എന്നുള്ളതുകൊണ്ട് മാത്രം അത് വിഷരഹിതമാവുന്നു. പീടികയിൽ നിന്ന് വാങ്ങി എന്നുള്ളതുകൊണ്ട് അത് എന്താവുന്നു? വിഷവസ്തുവാകുന്നു. ഇതൊക്കെ എന്നാണ്? ഇത് നമ്മുടെ ഒരു സ്വാഭാവികമായി നടക്കേണ്ട പ്രക്രിയകളെ ഭയങ്കര സങ്കീർണമാക്കരുത്. പഞ്ചസാര ഇഷ്ടമുള്ള പഞ്ചസാര കഴിക്കേണ്ടത്. ഓക്കെ, ഒരു പ്രൊഫഷണൽ മെഡിക്കൽ അഡ്വൈസ് ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ വസ്തുവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു വിചാരിക്കുക. അയാളൊരു ഡയഗ്നോസിൻ്റെ പുറത്ത് അത് സംബന്ധമായ ഒരു അറേഞ്ച്മെൻറ്റ് ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ഡയറ്റിൽ വരുന്നത് അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന വളരെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയെ സങ്കീർണമാക്കി മനുഷ്യ ജീവിതത്തെ ഇടങ്ങേറാക്കരുതെന്നാണ് ഇതിൽ എൻ്റെ ഒരു സംഗതി. നമ്മൾ സമീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അങ്ങേരുടെ എഴുതിയൊരു നാടകമുണ്ട്, പാറ്റ എന്ന് പറഞ്ഞിട്ട്. ഈ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി സ്കൂളിൽ ഇതാണ് പഠിക്കുന്നത്. ഈ ഇൻസെക്ട്സ്, പാറ്റകൾ, പ്രാണികൾ, കീടങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുക, അതിന് ക്ലീനാക്കുന്നതിനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പഠിച്ച് ഇവൻ്റെ ജീവിതത്തിൽ, ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി വരണം എന്ത്? ഒരിടത്ത് കൈവച്ചാൽ ഒരു മന്ത്രിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടല്ലോ, ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ ഒക്കെ സാനിറ്റൈസർ അടിക്കുന്നത്. അപ്പോൾ സംഗതി ശരിയാണെന്ന് വെച്ചാൽ ശരിയാണ്. എല്ലായിടത്തും പാറ്റയും പ്രാണികളും കീടങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കീടാണുക്കളും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞാനൊരാൾക്ക് ഒക്കെ ഷേക്ക് ഹാൻഡ് കൊടുത്തു. അയാൾക്ക് ആദ്യം കൊള്ളാമല്ലോ, ആ ചെങ്ങായി എവിടെയൊക്കെയാണ് ഈ കൈ കൊണ്ടുപോയത്, എവിടെയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്, ആ കൈ എൻ്റെ കയ്യിൽ എന്തൊക്കെ ആയത് എന്ന ആധിയിൽ എനിക്ക് ജീവിക്കാമല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ ജീവിതം താറുമാറായി പോവുകയാണ്. എവിടെയും കൈവെക്കാൻ പറ്റുന്നില്ല, ആരെയും ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആധി പിടിച്ച എന്താണ് അവനെ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പാറ്റകളെക്കുറിച്ചുള്ള, കീടങ്ങളെക്കുറിച്ചുള്ള, കീടാണുകളെക്കുറിച്ചുള്ള പാഠങ്ങളാണ് അവൻ്റെ ജീവിതത്തെ താറുമാറാക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ജീവിതം ലളിതമാക്കൂ എന്നാണ് ഞാൻ പറയാനുള്ളത്. നമുക്കായിട്ട് ദൈവം നൽകിയിട്ടുള്ള വിഭവങ്ങൾ അത് ആസ്വദിച്ച് കഴിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, അപ്പോൾ അതാണ് അതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ.